നമ്മൾ മാനുഫാക്ചറിങ് ടെക്നോളജിയുടെ മൂന്നാമത്തെ സിലബസിൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്ന് ആദ്യം ഒന്ന് നോക്കാം. എന്നതിന് ശേഷം അതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, നിലവിൽ മൂന്നാമത്തെ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽഡിംഗ് പ്രോസസ്സും സോൾഡറിങ് ആൻഡ് ബ്രേസിംഗ്. ഈ മൂന്ന് പ്രോസസ്സുകളെ കുറിച്ചാണ് ആക്ച്വലി നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഇതില് ഈ വെൽഡിംഗ് എന്ന് എടുത്ത ഒരു പ്രോസസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ടൈപ്പിനെ കുറിച്ച്, ഡിഫറെന്റ് ടൈപ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ആർക്ക് വെൽഡിംഗ്, അതുപോലെ ആക്സസറീസ് ആൻഡ് സേഫ്റ്റി ഡിവൈസസ്, വെൽഡിംഗ് ജോയിന്റ്സ് ആൻഡ് പൊസിഷൻസ്, വെൽഡിംഗ് ഡിഫക്ട്സ്, ഗ്യാസ് വെൽഡിംഗ് and that setup and the types of flames, modern welding techniques തുടങ്ങി ഇത്തരം വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെ ആക്ച്വലി മൂന്നാമത്തെ ഒരു മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പോ ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ ഉണ്ടായിരുന്നത് എന്താണോ അത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഇനിയും ഈ എസ്പെഷ്യലി ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഇനിയും ചോദിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അത്തരത്തിൽ വന്നേക്കാൻ ചാൻസ് ഉള്ള, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയി വരാൻ ചാൻസ് ഉള്ളതും അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങളുമാണ് നമ്മൾ ഇതിന്റെ ക്വസ്റ്റ്യൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ചെയ്തു നോക്കാം. അപ്പൊ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ഈ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മെറ്റൽ ജോയിനിങ് ആണ്. അപ്പൊ അതിനകത്ത് വെൽഡിംഗ് പ്രോസസ് വരുന്നുണ്ട്, സോൾഡറിങ്ങും ബ്രേസിംഗും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് വൺ ബൈ വൺ ആയിട്ട് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ആർക്ക് വെൽഡിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഇപ്പോൾ ആർക്ക് വെൽഡിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ ഫിഗർ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു പവർ സപ്ലൈയിൽ നിന്നാണ്, അല്ലെ, ഒരു എ സി പവർ സപ്ലൈ ഓർ ഡി സി പവർ സപ്ലൈയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു പവർ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു പവറിന്റെ വൺ എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ വൺ എൻഡ് കണക്ട് ചെയ്യുന്നിടത്തേക്കാണ്, ഇലക്ട്രോഡ് ഹോൾഡറിലേക്കാണ് വൺ എൻഡ് കണക്റ്റഡ് ആയിട്ടുള്ളത്. ആ ഇലക്ട്രോഡ് ഹോൾഡറിലാണ് നമ്മൾ ഇലക്ട്രോഡ് എന്നുള്ള എലമെന്റ് വെച്ച് കീപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ മറ്റൊരു എൻഡ് എന്ന് പറഞ്ഞത് അത് നേരെ വർക്കിലേക്കാണ് ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു വർക്കിലേക്ക് ക്ലാമ്പ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണോ പവർ സപ്ലൈ ഇതിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്നത്, ഇതൊരു ഒപ്റ്റിമം ലെവൽ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം ഡിസ്റ്റൻസിൽ വെക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ വെക്കുന്ന സമയത്താണ് ആർക്ക് എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് ഇവിടെ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഇവിടെ വർക്ക്ഔട്ട് ആവുന്നത്. അപ്പൊ ഈ ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ആവുമ്പോഴാണ്, അപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കാരണവശാലും ആർക്ക് ഫോം ചെയ്യാൻ വേണ്ടി ഇലക്ട്രോഡ് ഇവിടെ ടച്ച് ആവുന്നില്ല. ഇതൊരു നിശ്ചിത അകലത്തിൽ പിടിക്കുന്ന സമയത്താണ് ആക്ച്വലി അവിടെ ആർക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്ന കാര്യം, ദ വെൽഡിംഗ് ഇൻ വിച്ച് ദ ഇലക്ട്രിക് ആർക്ക് ഈസ് പ്രൊഡ്യൂസ്ഡ് ടു ഗിവ് ഹീറ്റ്. അപ്പൊ ഹീറ്റ് ആണ് ആക്ച്വലി ഈ ഇലക്ട്രിക് കറണ്ട് ഇവിടെ ഈ ഒരു ഇലക്ട്രോഡിനകത്ത് കൊടുക്കുന്ന സംഭവം. അപ്പൊ എന്താ ചെയ്യുന്നത്, ആ ഒരു ഇലക്ട്രിക് കറണ്ട് എന്തായി മാറുകയാണ്, അത് ഈ ഒരു ഇലക്ട്രിക് കറണ്ട് കൊടുക്കുന്ന സമയത്ത് ഇതിവിടെ ഒരു ഹീറ്റായി മാറുകയും ആ ഹീറ്റ് കാരണം തന്നെ ഇത് ഫ്യൂസ് ചെയ്ത് ഇവിടെ മെൽറ്റായി ഒരു വെൽഡ്മെന്റ് ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഒരു വെൽഡ് അല്ലെങ്കിൽ ഒരു ആർക്ക് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷനിൽ പറഞ്ഞു, പവർ സപ്ലൈ ഇസ് ഗിവൺ ടു ഇലക്ട്രോഡ് ആൻഡ് ദ വർക്ക്. പവർ സപ്ലൈ ഇലക്ട്രോഡിനും വർക്കിനും കൊടുത്തിട്ടുണ്ട്. എ സ്യൂട്ടബിൾ ഗ്യാപ്പ് ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ ദ വർക്ക് ആൻഡ് ദ ഇലക്ട്രോഡ്. അപ്പോൾ ഈ ഇലക്ട്രോഡിനും വർക്കിനും ഇടയിൽ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസ്, അല്ല ഒരു സ്മോൾ ഗ്യാപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. എ ഹയർ കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദ സർക്യൂട്ട്. ഈ സമയത്ത് എന്താ ചെയ്യണം, അതിനകത്തോട്ട് ഹയർ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് an arc is produced around the area to be welded. ആ സമയത്താണ് ആർക്ക് എന്ന സംഭവം ഇവിടെ ഫോം ചെയ്തു വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ പ്രിൻസിപ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ ഒരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുകയും അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാം. അതുപോലെ അതിന്റെ എത്രത്തോളം ടെമ്പറേച്ചറിലാണ് ആ ഒരു ഹീറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, 3000 to 4000 ആണ് അവിടുത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്നുള്ളതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. ദെൻ ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് വെൽഡിംഗ് ഫ്ലെയിം. അപ്പോൾ ടൈപ്സ് ഓഫ് വെൽഡിംഗ് ഫ്ലെയിം ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ന്യൂട്രൽ ഫ്ലെയിം, സെക്കൻഡ് വൺ കാർബറൈസിംഗ് ഫ്ലെയിം, ദെൻ ഓക്സിഡൈസിംഗ് ഫ്ലെയിം. അപ്പൊ മൂന്ന് തരത്തിലാണ് ഫ്ലെയിം കിടക്കുന്നത്. അപ്പൊ ഈ ഫ്ലെയിമിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ വേണം. ഇത് യൂസ് ചെയ്യുന്നത് ഗ്യാസ് വെൽഡിങ്ങിലാണ്. അപ്പൊ എസ്പെഷ്യലി നമ്മൾ ഓക്സി അസറ്റിലീൻ ഗ്യാസ് വെൽഡിങ് എടുക്കുന്ന സമയത്ത് ഓക്സിജൻ ആണ് എന്തായി മാറുന്നത്, അതിന്റെ ബേണിംഗ് ഗ്യാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിജൻ ആണ്. പ്ലസ്
അപ്പോൾ ഓക്സിജൻ കൂടാണ്ട് അസെറ്റിലീനും എന്ത് ചെയ്യുന്നുണ്ട്? അസെറ്റിലീനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അസെറ്റിലീൻ എന്താണ്? അവിടുത്തെ ഫ്യൂവൽ ഗ്യാസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഓക്സിജനും അസെറ്റിലീനും ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു ഗ്യാസ് വെൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന രണ്ട് സ്പെഷ്യൽ ഗ്യാസസ്. അപ്പൊ ഓക്സിജൻ ബേണിംഗ് ഗ്യാസ് ആയിട്ടാണെങ്കിൽ അസെറ്റിലീൻ എന്നുള്ള ഫ്യൂൽ ഗ്യാസ് ആയിട്ടാണ്. ഈ സമയത്ത് രണ്ടും ഓക്സിജനും അസെറ്റിലീനും സെയിം പ്രൊപ്പോർഷനിലാണ് അല്ലെങ്കിൽ ഈക്വലന്റ് ആയിട്ടാണ് അതില് എന്താണ് മിക്സ് ചെയ്യുന്നത് എങ്കിൽ അതിനെ നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ ന്യൂട്രൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സെയിം എമൗണ്ട് ഓഫ് ഓക്സിജൻ ആൻഡ് അസെറ്റിലീൻ വിൽ ബി മിക്സ്ഡ്. അപ്പൊ ആ ഓക്സിജനും അസെറ്റിലീനും സെയിം എമൗണ്ടിൽ മിക്സ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ന്യൂട്രൽ ഫ്ലെയിം ഫോം ചെയ്യുന്നത്. എന്നാൽ കാർബറൈസിംഗ് ഫ്ലെയിമിന്റെ കേസിൽ ഈ ഒരു അസെറ്റിലീൻ അല്ലെങ്കിൽ ഫ്യൂവൽ ഫ്ലെയിം എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആ ഫ്യൂവൽ കണ്ടന്റ് കൂടുമ്പോഴാണ് അത് അവിടെ കാർബൺ കണ്ടന്റ് വരാൻ ചാൻസ് കൂടുതൽ എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഫ്യൂവൽ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ വരുന്നത് കാർബറൈസിംഗ് ഫ്ലെയിം ആയിരിക്കും. ഇനി അതേപോലെ ഫ്യൂവൽ കണ്ടന്റ് കുറവും ഓക്സിജൻ കണ്ടന്റ് കൂടുതലാണെങ്കിൽ ഓക്സിഡൈസിങ് ഫ്ലെയിമും ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഈ മൂന്ന് രീതിയിൽ നമുക്ക് ഫ്ലെയിം ക്രിയേറ്റ് ചെയ്യുമ്പോഴും ന്യൂട്രൽ ഫ്ലെയിമിന്റെ കേസിൽ ഒരു രണ്ട് പോർഷൻ ആയിട്ടാണ്. നമുക്കൊരു ഇന്നർ കോറും അതിന്റെ ഒരു ഔട്ടർ എൻവലപ്പും ആണ് ആക്ച്വലി കാണാൻ പറ്റുന്നത്. നേരെ മറിച്ച് ഈ ഒരു കാർബറൈസിംഗ് ഫ്ലെയിമിന്റെ കേസിൽ ഒരു ഇന്നർ കോർ ഉണ്ട്, ഒരു ഫെദർ എൻവലപ്പ് ഉണ്ട്, ദെൻ ഔട്ടർ എൻവലപ്പ് സെപ്പറേറ്റും ഉണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു പെരിഫറൽ ആയിട്ടുള്ള ചേഞ്ചാണ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പൊ ഇത് വരയ്ക്കാനും കറക്റ്റ് ആയിട്ട് എഴുതാനും പഠിക്കണം. then SMAW with suitable diagram. അപ്പൊ SMAW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഫുൾ ഫോം എന്നത് ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പൊ ഒരു ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ആർക്ക് വെൽഡിംഗ്. There uses the extruded flux coating. എക്സ്ട്രൂഡഡ് ഫ്ലക്സ് കോട്ടിങ്ങോട് കൂടി, അതായത് ഒരു ഫ്ലക്സ് കോട്ടിങ്ങോട് കൂടി ഇലക്ട്രോഡ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആർക്ക് വെൽഡിംഗ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. കാരണം ഇതിനകത്തൊരു ഗ്യാസ് ഷീൽഡ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്. ഇലക്ട്രോഡ് നമ്മുടെ വർക്ക് പീസിനകത്തേക്ക് വെക്കുന്ന സമയത്ത് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഗ്യാസ് ഷീൽഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുകയും ആ വെൽഡിനെ അറ്റ്മോസ്ഫിയറിക് എയറിന്റെ കണ്ടാമിനൻസുമായിട്ടുള്ള ഒരു മിക്സിംഗ് ഒഴിവാക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ടുള്ള കോണ്ടാക്ട് വെൽഡിനോട് അടുത്ത് വരാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു ഗ്യാസ് ഷീൽഡ് അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഷീൽഡിംഗ് പ്രോസസ് ഉള്ളതുകൊണ്ടാണ് അതിനെ ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ചിത്രമൊക്കെ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. കറക്റ്റ് ആയിട്ട് അതിന്റെ പോയിന്റ്സ് എഴുതാൻ ശ്രദ്ധിക്കുക. then which are the different welding positions ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെൽഡിങ് ചെയ്യുമ്പോൾ ഏതൊക്കെ പൊസിഷൻസിലാണ് ചെയ്യുക? അപ്പോൾ ഒന്നുകിൽ ഫ്ലാറ്റ് വെൽഡിങ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ വെൽഡിങ് വരുന്നുണ്ട്, അതല്ലെങ്കിൽ വെർട്ടിക്കൽ വെൽഡിങ് വരുന്നുണ്ട്, ഓവർ ഹെഡഡ് വെൽഡിങ്. ഫ്ലാറ്റ് വെൽഡിങ് ആകുമ്പോൾ നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന വെൽഡിങ് ആണ് ആ ഫ്ലാറ്റ് വെൽഡിങ്. ഈ ഹൊറിസോണ്ടൽ വെൽഡിംഗ് എന്ന് പറഞ്ഞാൽ വർക്ക് പീസ് വെച്ചിരിക്കുന്നത് വെർട്ടിക്കൽ ആയിട്ടാണ്, പക്ഷെ വെൽഡ് പോണത് ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അതുകൊണ്ടാണ് അതിനെ ഹൊറിസോണ്ടൽ വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇനി വർക്ക് വെച്ചിരിക്കുന്നതും വെർട്ടിക്കൽ ആണ്, വർക്ക് ആ ഒരു വെൽഡ് ചെയ്യുന്നതും വെർട്ടിക്കൽ ആയി തന്നെയാണെങ്കിൽ വെർട്ടിക്കൽ വെൽഡിംഗ് എന്ന് തന്നെയാണ് അതിനെ പറയുന്നത്. ഇനി നമ്മൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തലയ്ക്ക് മുകളിലാണ് ആ വെൽഡിങ് കൊടുക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വർക്ക് പീസ് മുകളിലും താഴെയാണ് വെൽഡ് കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ ഓവർ ഹെഡഡ് ആയിട്ട് വർക്ക് പീസ് വെച്ചിരിക്കുന്ന കേസിനെയാണ് നമ്മൾ ഓവർ ഹെഡ് വെൽഡിംഗ് എന്ന് പറയാറുള്ളത്. അപ്പൊ ഇത്തരത്തിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെൽഡിംഗ് പൊസിഷൻസ് കറക്റ്റ് ആയിട്ട് വരയ്ക്കാനും എഴുതാനും പഠിക്കണം. ദെൻ ടിഗ് വെൽഡിങ്ങിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ടിഗ് വെൽഡിംഗ്, ഈ ടിഗ് വെൽഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആണ്. അപ്പൊ ടങ്സ്റ്റൺ എന്നുള്ള ഒരു നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡും അതുപോലെ ഈ നോസിലിനകത്ത് കൂടെ ഒരു ഇനേർട്ട് ഗ്യാസും കടത്തി വിട്ടുകൊണ്ട് ചെയ്യുന്ന വെൽഡിങ്ങിനെയാണ് നമ്മൾ ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് ആയിട്ട് പറയാറുള്ളത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആർക്ക് വെൽഡിങ്ങിൽ നിന്നും ഈ ഫില്ലർ റോഡ് എന്നുള്ള ഒരു എലമെന്റ് സെപ്പറേറ്റ് തന്നെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ആർക്ക് വെൽഡിങ്ങിന്റെ കേസിൽ എന്താണ്, ഇലക്ട്രോഡ് ആണ് ആക്ച്വലി അവിടെ ഫില്ലർ മെറ്റൽ ആയിട്ട് മാറുന്നതും ഇലക്ട്രോഡ് ആയിട്ട് മാറുന്നതും എന്ത് സെയിം സാധനം തന്നെയാണ്. പക്ഷെ ഇത് നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഫില്ലർ റോഡ് വെച്ചുകൊണ്ട്
ഇതിനെ മാക്സിമം ചൂടാക്കി കൊടുക്കുകയാണ്. ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ചൂടാക്കുകയും ആ ടങ്സ്റ്റൺ ഇലക്ട്രോഡിന്റെ ചൂട് കാരണം ഈ ഫില്ലർ മെറ്റൽ ഉരുകിയിട്ട് വേണം ഇവിടെ ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു വെൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ആ വെൽഡ് പൂൾ ക്രിയേറ്റ് ആവുന്നതിന് കാരണം ഒരു ടങ്സ്റ്റൺ ഇനേർട്ട്, ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, ആ ഇലക്ട്രോഡ് ഒരിക്കലും എന്തായി പോകുന്നില്ല, അത് ഉരുകി പോകുന്നില്ല. അത് അതേപോലെ തന്നെ കൺസ്യൂമബിൾ അല്ലാത്ത രീതിയിൽ തന്നെ നിൽക്കുകയാണ്, അല്ലെ? നോൺ കൺസ്യൂമബിൾ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ സൈഡിലൂടെ നമ്മൾ ഇനേർട്ട് ഗ്യാസിനെ പാസ് ചെയ്യിക്കുകയും ഒരു ഫില്ലർ മെറ്റലിന്റെ ഹെൽപ്പോട് കൂടി, ആ ഫില്ലർ മെറ്റലാണ് അവിടെ ഉരുകി എന്തായി മാറുന്നത്, വെൽഡായിട്ട് മാറുന്നത് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. അപ്പൊ ഇത്തരത്തിൽ പ്രധാനമായിട്ടും വരുന്ന ചില വെൽഡിംഗ് ടെക്നിക്സ്, ടിഗ് ആവട്ടെ, മിഗ് ആവട്ടെ, സബ്മെർജ്ഡ് ആവട്ടെ, അല്ലെങ്കിൽ തെർമിറ്റ് വെൽഡിംഗ് ആവട്ടെ, അപ്പൊ ഇത്തരത്തിലുള്ള ഓരോ വെൽഡിംഗ് ടെക്നിക്സിനെ കുറിച്ചിട്ടും നിങ്ങൾ ഫിഗർ വരയ്ക്കാനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ സമയപരിമിതി ഉള്ളത് കൊണ്ടും തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ പോയിന്റ്സും, വെൽഡിങ്ങും അതിന്റെ ടൈപ്സ് കറക്റ്റ് അറിയണം, അതിന്റെ പൊസിഷൻസ് അറിയണം, ജോയിന്റ്സ് അറിയണം, ആക്സസറീസ് അറിയണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോന്നും വൺ ബൈ വൺ ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത് പരമാവധി പോയിന്റ് ഔട്ട് ചെയ്ത് എഴുതി പഠിക്കുക തന്നെ ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്കത് എക്സാമിന് നല്ല രീതിയിൽ എഴുതാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് എക്സാം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക.